എടാ മോനെ, എന്തമ്മാ നീ ബ്രെഡ് പൊക്കവട തിന്നിട്ടുണ്ടോ? ബ്രെഡ് പൊക്കവട. ബ്രെഡ് പൊക്കോടെ അതെന്താ സാധനം? അത് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാ. ഞാൻ നിനക്ക് അത് ഉണ്ടാക്കി തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് ഉടഞ്ഞ്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മാവ് കലക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് മൈദ മാവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ മാവില്ലെങ്കിൽ ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊക്കെ പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് ലേശം കട്ടിയായിട്ടാണ് കലക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം കുറേച്ചാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തികയില്ല, നമുക്കിനി ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഴം പൊരിക്കൊക്കെ മാവ് കലക്കുമല്ലോ, അതിനേക്കാളും ലേശം കട്ടിയിൽ വേണം കലക്കാൻ കേട്ടോ. നമ്മുടെ മാവ് ഇതാ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ട പച്ച ചട്നി ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 പിടി മല്ലിയില. മല്ലിയില നന്നായിട്ട് കഴുകിയെടുക്കണം, മണ്ണുണ്ടാവുക. ലേശം പുതിനയില, 4 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 1 ചെറുനാരങ്ങ. ഇതൊക്കെ നമുക്കിനി ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 മുറി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്നിയിൽ പുളി നോക്കിയതിന് ശേഷം ബാക്കിയുള്ള നാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 2 ടേബിൾ സ്പൂണാണ്. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി വല്ലാതെ വാടൊന്നും വേണ്ട. ഇതാ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വാടിയാൽ മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് ഇളക്കിയിട്ട് മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനിപ്പോൾ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ചെറിയ പുളി രസം വരാനാണ്.
ഇതിൻ്റെ പാകത്തേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. നാരങ്ങനീര് ഒഴിക്കുമ്പോൾ പുളി നോക്കണം കേട്ടോ. നാരങ്ങനീരില്ലെങ്കിലും ഒരു പാതി തക്കാളി ഇട്ടാലും മതിയാവും പുളി രസത്തിന്. ഇത് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ പൊക്കോ വടയുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെറ്റാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പച്ച ചട്നിയില്ലേ ഇതിങ്ങനെ ഇതിൽ തേച്ച് കൊടുക്കാം. ഇത് കണ്ട ഇങ്ങനെ എല്ലായിടത്തും പടേണ്ട രീതിയിൽ വേണം തേക്കാൻ. ഇത് തേച്ച് ഇനി നമുക്ക് ഒരു ബ്രെഡും കൂടി എടുക്കാം. അതിൽ ഇതേപോലെ പച്ച ചട്നി തേച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ ഇങ്ങനെ തേക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ എല്ലായിടത്തും പടുന്ന രീതിയിൽ വേണം മസാല വെച്ച് കൊടുക്കാൻ. കണ്ടില്ലേ? ഇനി നമ്മൾ ചട്നി തേച്ച് വെച്ച വേറൊരു ബ്രെഡില്ലേ അതെടുത്ത് നമുക്ക് ഇതാ ഇങ്ങനെ കമത്തി കൊടുക്കാം. ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഈ വക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇതുണ്ടില്ലേ? ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഇത് മുറിച്ചപ്പോൾ കണ്ടില്ലേ? ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും മുറിക്കണ്ട കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. ബ്രെഡുകളെല്ലാതും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിനി ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ കലക്കി വെച്ച കടല മാവിൽ മുക്കി ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും മാവാവണം കേട്ടോ. ഇട്ട ഉടനെ തന്നെ എടുക്കണം. അതില്ലെങ്കിൽ ബ്രെഡ് കുതിർന്ന് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊക്കവട ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി എടുക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ വടിഞ്ഞു പോട്ടെ. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അവസാനത്തതേം കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ബ്രെഡ് പൊക്കവട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? പച്ച ചട്നി കാണുന്നുണ്ട്, മസാലയും കാണുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാന്? എടാ മോനെ ഇതൊന്ന് തിന്നു നോക്കിയേ. നോക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ കൊക്കവട. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് കൊടുക്കണം. ചായക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ, ചെറിയ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.